ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മമ്മൂക്കേന്റെ ഒരു ഉദാഹരണം എടുത്തോളൂ. മമ്മൂക്ക സപ്പോസ് ടു ബി ഇപ്പോഴും ഈ ലുക്സ് ലൈക്ക് ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ മമ്മൂക്കയ്ക്ക് അസുഖം വന്നപ്പോൾ നമ്മൾക്ക് അയ്യോ മമ്മൂക്കയ്ക്കും അസുഖം വന്നല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു പോയി. 73-ാമത്തെ വയസ്സിൽ മമ്മൂക്കയെ പോലൊരു മനുഷ്യന് അസുഖം വന്നിട്ട് അദ്ദേഹം അതിനകത്ത് നിന്ന് തിരിച്ചു വന്ന് സ്വന്തമായിട്ട് കാർ ഓടിച്ച് മനോരമയുടെ ഹോർത്തൂസ് പരിപാടിക്ക് വന്ന് ഇനാഗ്രേറ്റ് ചെയ്തില്ലേ. ആ മുണ്ടെടുത്ത് മമ്മൂക്ക തിരിച്ച് കാർ ഓടിച്ച് അവിടെ വന്നത് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഡിസിപ്ലിൻ കൊണ്ടാണ്. സോ ഡിസിപ്ലിൻ അതാണ് ഡിസിപ്ലിൻ്റെ പവർ. നിങ്ങൾക്ക് വരാം, പക്ഷെ നിങ്ങൾ തിരിച്ചു വരുമോ അതിനകത്തുനിന്ന്? നമ്മളുടെ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ അല്ലോ ആ ഒരു അസുഖം വന്നിട്ട് 73-ാമത്തെ വയസ്സിൽ അവരാ ഏത് സിറ്റുവേഷനിലാവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് മമ്മൂക്കയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അത് മമ്മൂക്കയെ കൊണ്ട് മാത്രം പറ്റുന്നതിൻ്റെ അർത്ഥം മമ്മൂക്ക അന്ന് വരെ മമ്മൂക്കയുടെ ജീവിതത്തിൽ കൊണ്ടുപോയ ഡിസിപ്ലിൻ്റെ ഗുണമാണ്. ഡിസിപ്ലിനാണ് നമ്മളെ ആ തിരിച്ചു വരവിലേക്ക് നമ്മളെ നയിച്ചത്. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവാം, ആ പ്രശ്നങ്ങൾ നിങ്ങൾ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിനകത്ത് അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അതിജീവിച്ച് വന്നതിൽ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്പിറേഷനാണ് മമ്മൂക്ക.